എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ. അപ്പോൾ നമ്മളുടെ കുറേ ആളുകൾ ഗൾഫ് മേഖലയിലുള്ള കുറേ ക്ലയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവനോട് പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ. കാരണം നമുക്ക് യു എയിലും ഒക്കെ ഒത്തിരി ആളുകൾ നമ്മളുടെ ക്ലയൻറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദൈവയുടെ സഹായങ്ങൾ, മുരുകൻ്റെ സഹായങ്ങൾ കിട്ടട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഒരാപത്തും വരാതെ ദൈവം നിങ്ങളെ രക്ഷിച്ചോളും എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു വിഷയം, ഈ പുതിയ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒരു ഭൂമി കണ്ടിഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭൂമി വാങ്ങുന്നു. അപ്പോൾ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ഭൂമി നല്ല ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വെട്ടിത്തെളിച്ച് ഒരു തെങ്ങ് പോലും ഇല്ലാതെ എല്ലാം വെട്ടിത്തെളിച്ച് ക്ലീനാക്കി നല്ല ഗ്രാവലൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് നല്ലൊരു ചുറ്റും മതെല്ലാം കെട്ടി അങ്ങനെയാണ് ഇപ്പോൾ കച്ചവടക്കാർ ചെയ്യുന്നത്. അത് അവരുടെ ഒരു കച്ചവട രീതിയാണ്, നമുക്ക് അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ നമ്മളത് ചെന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ നമുക്ക് ചെന്ന് കാണുമ്പോൾ നല്ല ക്ലീനായിട്ടുള്ള ഭൂമിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ ഭൂമിയിൽ എന്തായിരുന്നു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭൂമിക്ക് ഏതെങ്കിലും ബന്ധമുണ്ടോ, സർപ്പക്കാവായിട്ടുള്ളൊരു ബന്ധമുണ്ടോ ആയി നോക്കേണ്ട സംഗതി അതാണ്. നാഗത്തിൻ്റെ സഞ്ചാരപഥം അതിലുണ്ടോ, പിന്നെ അതേപോലെ തന്നെ വേറെ അതല്ലാതെ ഉള്ള ചില പോക്കുവരത്തുണ്ട്, ചില ശക്തികൾ അങ്ങോട്ട് സഞ്ചരിക്കുന്ന പാതകളുണ്ട്. അങ്ങനെയുള്ള പാതകളിലുണ്ടോ. ഇപ്പോൾ നമുക്ക് സാധാരണക്കാരെ നമുക്കൊന്നും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, നമ്മളവിടെ ചെന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് കഴിവുള്ള ചില ആളുകളുണ്ട്, ദൈവജ്ഞന്മാരായ ആളുകൾ. അവർക്ക് പറ്റും, അവർക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ആ ഭൂമിയിൽ വന്ന് ചെരുപ്പിടാതെ വന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ ആ ഭൂമിയുടെ സ്പന്ദനം റീഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും എന്താണ് സർപ്പബന്ധമാണോ, അല്ലെങ്കിൽ ഇതുപോലെ സഞ്ചാരമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വീട് പണിയാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ ഭൂമിയെ അവർ പല പല രീതികളിൽ തിരിച്ചിട്ട് ദോഷമില്ലാത്തൊരു ഏരിയ ചിലപ്പോൾ ഒരു കോർണറിലേക്ക് നീങ്ങിയിട്ട് അവിടെ വീട് ചിലപ്പോൾ വെക്കാനുള്ള സ്ഥാനം കാണാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറ്റും. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഭൂമി തന്നെ ആയിരിക്കും വനത്തേക്ക് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഭൂമി വാങ്ങാനായിട്ടുള്ളൊരു സാമ്പത്തിക ശേഷി നമ്മുടെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല, നേരെ പോയിട്ട് കൊണ്ടുവന്ന് വീടാണ് പണി, പുതിയ എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നു, പണിയുന്നു. പക്ഷേ ഇത് പണിത് കഴിഞ്ഞാൽ ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങളുടെ കയ്യിലുള്ള പൈസ, നിങ്ങളുടെ ഒരു മുടക്കിയുടെ വീട് വെക്കുന്നു, ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നിങ്ങൾക്ക് അധ്വാനിക്കേണ്ടി വരും അതിന് ലോൺ അടക്കാനായിട്ട്. വലിയൊരു വീടായിരിക്കും നിങ്ങൾ പണിയുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ, വലിയ ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലം നിങ്ങൾ ലോൺ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കത് ഈ ദോഷമുള്ള ഭൂമിയിലാണ് പണിയുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പിന്നെ മൊത്തം പ്രശ്നങ്ങളായിരിക്കുള്ളൂ. അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ കർമാസിനോട് അത് കർമാസാണെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ കുറച്ചും കൂടിയും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, മോഡേൺ ടെക്നോളജിയൊക്കെ വിട്ടിട്ട് നിങ്ങൾ സാധാരണക്കാരൻ്റെ അല്ല പഴയ ആളുകളുടെ രീതി, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത കിടപ്പുണ്ട്. അത് നിങ്ങൾ പറയുമ്പോൾ കുറേ പേർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട്, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ അനുഭവമാണ് ഗുരു എന്ന് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. അതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അനുഭവമാണ് ഗുരു. അനുഭവം കൊണ്ടാണ് ഞാനിത് പറയണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു കാര്യം പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഇങ്ങനെ, ഇപ്പം ഞാനൊരു അറിവില്ലാത്ത ആളാണെന്ന് വിചാരിക്കും, അറിവില്ലാത്ത ആൾ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ പറ്റി നിങ്ങൾ കുറ്റം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ, അത് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10-15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, പണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഒരു ഇല്ലാത്ത ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. മതി, എനിക്ക് അത്രയും മതി. അപ്പോഴെങ്കിലും നിങ്ങളുടെ ബുദ്ധി ഒന്ന് പ്രവർത്തിച്ചാൽ മതി. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. അവർക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ അവർക്ക് വളരണം. മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതേപോലെ പക്ഷികളുണ്ട്. അതുപോലെ ഒരുപാട് നമ്മുടെ ഈ ചില ജീവികൾ ഒരുപാട് നമുക്ക് പേരെടുത്ത് പറയാൻ
ബുദ്ധിമുട്ടുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിത്രശല ബോണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നമ്മുടെ ഭൂമിയിൽ. ഇതെല്ലാത്തിനും പുറമേ നമുക്ക് കാണാൻ സാധിക്കണം നമ്മുടെ കണ്ണുകൊണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കണ്ണിന് ഭയങ്കര കാഴ്ചശക്തിയാണ്, ഭയങ്കര പവറാണ് എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാം കാണാം. പക്ഷേ ഇതൊരു തെറ്റായ തോന്നലാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കുറവേ ഉള്ളൂ. കാണാൻ പറ്റാത്തതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ കാണാൻ പറ്റാത്തതായ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഒരുപാട് അദൃശ്യ ശക്തികൾ, എനർജി ബോഡീസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ചുറ്റും ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ നല്ലതും ചീത്തയുമായ ഒരുപാട് എനർജീസ് നമ്മുടെ ചുറ്റും വരുന്നുണ്ട്, പോകുന്നുണ്ട്, സഞ്ചാരമുണ്ട് അവരുടെ. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്. അതിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആക്ച്വലി നമുക്ക് അവരെ കൂടി കാണാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കണ്ണിന് ദൈവം തന്നിരുന്നെങ്കിൽ സ്വന്തം നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. നമുക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ ഇതിനൊക്കെ കണ്ടാൽ നമ്മൾ സംഭ്രമിക്കും, അല്ലെങ്കിൽ നമുക്ക് ആപ്പാട് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കഴിവ് നമുക്ക് ദൈവം തരാതിരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. പലരും പറയും, ദൈവനൊന്നും ഇങ്ങോട്ട് കണ്ടാൽ മതിയായിരുന്നു, എന്നിട്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് പറയും. അപ്പം അത് ദൈവിനെ കണ്ടു കഴിഞ്ഞാൽ, ശരിക്കും ദൈവയുടെ രൂപം കണ്ടാലേ ഇനിയിപ്പോൾ ജീവിക്കേണ്ട വരില്ല. കാരണം അത്രയും ഹൈ എനർജിയാണ് ദൈവയുടെ ആ ഒരു പവർ, അല്ലെങ്കിൽ ദൈവയുടെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടെയിട്ട് പേടിച്ച് നമ്മളുടെ കാറ്റ് പോകും. ഒരു സംശയം വേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവരും നമ്മളെ കാണിക്കാത്തത്. ഇവർ മൈൽഡായിട്ട രൂപങ്ങളിലോ അല്ലെങ്കിൽ മനുഷ്യരൂപങ്ങളിലോ ഒന്ന് കാണിക്കുന്ന ദേവതകളുണ്ട്. എനിക്കറിവുണ്ട്, മനുഷ്യരൂപത്തിൽ ഒന്ന് കണ്ടേക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണ്? ഭൂമി വാങ്ങുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഭൂമി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് വീട് വെക്കുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി. കാരണം ഞാൻ ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ. ഈ തെറ്റായ രീതിയിൽ പണിത് വെച്ചേക്കുന്ന വീടുകൾ, തെറ്റായ സ്ഥലത്ത് പണിത് വെച്ചേക്കുന്ന വീടുകൾ ഒക്കെ. മുമ്പൊക്കെ ഞാൻ ഇതുപോലെ പണ്ട്, ഇപ്പോഴൊന്നുമല്ല, കുറേ കൊല്ലം മുമ്പ് ഇതുപോലെ ഇങ്ങനെ ആളുകളുടെ വീടുകളിലൊക്കെ പോയി നോക്കണ പണിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഞാൻ നിർത്തിയത്. കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന്, ശാരീരികമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അങ്ങനെ ഒരു ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പോകുമായിരുന്നു അങ്ങനെ അതിനകത്ത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റായ രീതിയിലുള്ള വീടുകൾ പണിയാതിരിക്കുക. അത് നല്ല കഴിവുള്ള ആളെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചിട്ട്, നിങ്ങൾക്കുള്ള ഭൂമിയിലാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു മൂലക്കിൽ, ഏതെങ്കിലും കോർണറിൽ ഈ സഞ്ചാരപഥം ഒഴിച്ചിട്ടുകൊണ്ട് നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും. അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് അവർക്കറിയാൻ പറ്റും. എനിക്കതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ തച്ചുശാസ്ത്രം പഠിച്ചേക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഇൻഡ്യൂഷനിലാണ് ഞാൻ കാര്യങ്ങൾ പറയണം. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസും വലിയ വലിയ ആഗ്രഹങ്ങളും പ്ലാനുകളൊക്കെ ഉണ്ടാവും. ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് പണിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് വേണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അത്രയും വലുത് നിങ്ങൾക്ക് വേണോ? ഈ കാലഘട്ടത്തിൽ, ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ നമുക്കതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. 5000, 6000 സ്ക്വയർ ഫീറ്റൊക്കെ വീട് പണിത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്യണം. ഇപ്പോൾ അബദ്ധമായി പോയല്ലോ എന്ന് പറഞ്ഞു അവരുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം, ആൾക്കാർ കിട്ടാനില്ല. നമ്മൾ തന്നെ മെയിൻ്റനൻസ് ചെയ്യാനാണെങ്കിൽ ജീവിതം മുഴുവനും ഇത് അടിച്ച് തുടച്ച് ജീവിതം മുഴുവൻ നമ്മുടെ വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ നല്ലോണം ചിന്തിക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്പേസേ നിങ്ങൾ പണിയാൻ പാടുള്ളൂ. ഒന്നത്. രണ്ടാമത്, കൃത്യമായ വാസ്തുശാസ്ത്രത്തിൽ പണിയാൻ ശ്രമിക്കുക. ഭൂമിയുടെ കിടപ്പ് നോക്കുക. ഭൂമി അനുയോജ്യമാണോ, വാസയോഗ്യമാണോ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് മാത്രം അതിനകത്ത് വീട് പണിയുക. അതല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറെ സ്റ്റൈലിലേക്കുള്ള വീട് പണിയാൻ പറ്റുമെന്നുള്ളത് നോക്കുക. ആ വിദഗ്ധനായ ആ ഒരു വാസ്തുശാസ്ത്രജ്ഞൻ പറയുന്ന രീതിയിലുള്ള വീട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നരകതുല്യമായിരിക്കും. ഇത് പലരുടെയും അനുഭവങ്ങളാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലത് വരട്ടെ.